എന്താ ചാലഞ്ച് പറ. ട്രാപ്പാണ് മോളെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് ആരും ചെയ്യാത്തതും ആരും കൊടുക്കാത്തതുമായ ഒരു ചാലഞ്ച് ഇങ്ങോട്ട് നോക്ക്. അപ്പം എന്താണ് ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു ചാലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അദ്വിക്കിന് ഒന്നും അറിയില്ല. ഓക്കെ, ദ ചാലഞ്ച് ഈസ് ഗ്രോസറി നെയിം ടെല്ലിംഗ് ചാലഞ്ച്. എന്താണെന്ന് മനസ്സിലായോ? ഓരോരോ സാധനങ്ങളും ഞാൻ മലയാളത്തിൽ പറയും. അത് ടീക്കുട്ടി കറക്റ്റായിട്ട് എടുത്തിട്ട് ഈ ബാസ്ക്കറ്റിൽ കൊണ്ടിടണം. അത് കറക്റ്റ് ആണെങ്കിൽ ടീക്കുട്ടിയുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്നാക്സും കൂടി എടുത്തിടാം. ഓക്കെ, പിന്നെ 2 ഹെൽപ്പ് ലൈൻ യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ചേച്ചിമാരുടെ അടുത്ത് അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. 2 ഹെൽപ്പ് ലൈനേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പം ടീക്കുട്ടിക്ക് പുളി എന്ന് പറഞ്ഞ പുളി അറിയുമല്ലോ, ടാമറിക്. ഓക്കെ, അത് പോയി ടീക്കുട്ടി എടുത്തിട്ട് വരും. അങ്ങനെ അറിയാത്ത കുറേ പേരുകളുണ്ട്. പരിപ്പ് പയർ വിഭാഗത്തിൽപ്പെട്ട കുറേ സാധനങ്ങൾ. കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തതല്ലേ. ഓക്കെ, അപ്പം ഞാൻ ഓരോന്ന് പറഞ്ഞ് റൈറ്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് ടീക്കുട്ടിക്ക് ഇനി വേറെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ പോയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുക്കാം. അത് ഞാൻ വേണ്ടെന്ന് പറയില്ല. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു ഗ്രോസറി സെക്ഷനിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, നോക്കൂ, എന്നെ നോക്കൂ, വെളുത്ത ഉഴുന്ന് പരിപ്പ്. 1/2 കിലോ 1 കിലോ എന്ത് വേണമെങ്കിലും ആവാം. ഇംഗ്ലീഷല്ല, മലയാളത്തിലാണ് സുന്ദരി. വേണ്ട, ആ സാധനം എടുത്ത് തന്നിട്ട് ഇവിടെ ബാസ്ക്കറ്റിൽ ഇട്ടാൽ മതി. വെളുത്ത ഉഴുന്നു പരിപ്പ് ഒന്നെടുത്തേ. ഹെൽപ്പ് ലൈൻ ഒക്കെ ലാസ്റ്റ് ആട്ടോ. ഇപ്പൊ ഒന്നും എന്താ വെളുത്തതായിരിക്കും. ഓക്കെ, വെളുത്ത ഉഴുന്നു പരിപ്പ് ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കോ. ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ ആണെങ്കിൽ ഇത് വെളുത്ത ഉഴുന്ന് പരിപ്പ് തന്നെയാണ്. സത്യം. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഞാൻ കണ്ടതേ ഇല്ല. ഞാനൊന്നും എഴുതിയത് ഞാൻ കണ്ടിട്ടില്ല. ശരി, വെളുത്ത ഉഴുന്ന് പരിപ്പ് കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ടീക്കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം പോയി ഇപ്പൊ എടുക്കാൻ പോവാണ്. വന്നോളൂ. അപ്പൊ ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ഒരു സാധനം ഉണ്ട്. അതേതാണ് നോക്കാണ്. ഇത് എന്തൊരു സാധനം? ഇത് കാട്രിഡ്ജ് ഒക്കെ ഉള്ള മറ്റേ പെന്നാണോടാ? എനിക്ക് വേണ്ടേ? ഓക്കെ, അപ്പൊ ഒരെണ്ണം എടുത്തതിന് ഒരെണ്ണം എടുക്കാം. നിന്റെ ഫേവറേറ്റ് എടുക്കാം. ഏതാ എടുക്ക? വേഗം എടുക്കടാ, ചാലഞ്ച് ഇപ്പൊ ബാക്കിയാ. എന്താ സാധനം? ഇത് ഒരെണ്ണം എടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യടാ പ്ലീസ്. ഏതാ എടുത്തേ? അദ്യക്കുട്ടൻ ചാലഞ്ചിൽ നിക്കണം കേട്ടോ, എന്നാലും അദ്യക്കുട്ടന് കറക്റ്റ് ആയിട്ട്. 400 ഓയിൽ പേസ്റ്റ്. ഓയിൽ വേണോ ടീയാ? ഗൈസ് ഞാൻ പെട്ടിരിക്കുകയാണ് ഗൈസ്. 40-30 രൂപയുടെ ഉഴുന്നുപരിപ്പ് എടുത്തിട്ട് 300 രൂപയുടെ. ഓ ഗൈസ്, എന്നാ 300 തന്നെ എടുത്തോ ഗൈസ്. ഈ ചാലഞ്ച് ശരിയായില്ല കേട്ടോ. ശരി, ഇനി അടുത്ത ചാലഞ്ചിൽ പോയി കാണിച്ചു തരാം. കാന്താരി. ആദ്യത്തെ ടാസ്ക് കറക്റ്റായി നമ്മൾ ടീക്കുട്ടി ചെയ്തിരിക്കുകയാണ്. ഓയിൽ പേസ്ട്രി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അടുത്തത് കറുകപ്പട്ട. എവിടെ? കറുകപ്പട്ട എന്ന് പറഞ്ഞ അതൊരു പേരാ. അതില് കറുക പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ബ്ലാക്ക് കളർ ആയിരിക്കും. അല്ലല്ലോ മോളെ, ഏതാണ്? ചിയ സീഡ്സ് ഒന്നും അല്ല. അത് ദൈവമേ, ഇത് എന്തോ ഒരു സാധനം എടുത്തിട്ട് അദ്യക്കുട്ടൻ ചോദിക്കാൻ ചിയ സീഡ്സ് ആണോന്ന്. ആ ടീക്കുട്ടി കൂട്ടം മാറ്റണ്ട, സമയമില്ല. കറുകപ്പട്ട എനിക്കറിയാം. ഏതാ? കറുകപ്പട്ടയോ? ടീക്കുട്ടി ഏതാ എടുത്തേ? കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് ടീക്കുട്ടിയുടെ നാട്ടില് കറുകപ്പട്ട എന്ന് പറയുന്നത്. നീ അപ്പാപ്പന്റെ വില കളിയോട്ടിയാ. ഇതെന്താ സാധനം? ടീക്കുട്ടി ഇങ്ങോട്ട് നോക്ക്. അല്ല, അത് റോങ്ങാ. ഇതെന്താ? ഇത് നമ്മുടെ വീട്ടിലുള്ള ഗ്രാമ്പു അല്ലേ അപ്പാപ്പന്റെ? ഇത് ഗ്രാമ്പോ. ഞാൻ ഉദ്ദേശിച്ചത് കറുകപ്പട്ട. വേഗം എടുത്തോളൂ. ഏതാ ആയിരിക്കോ അല്ലയോന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും അല്ല കറുകപ്പട്ട. ആയിരിക്കും ഒന്നും എൻ്റെ അടുത്ത് പറയരുത്. എടുത്തിട്ട് മമ്മ ഇതാണ് കറുകപ്പട്ട എന്ന് പറയണം. ഏത്? ഈ ആണോന്നില്ല ടിയ. അത് സ്പൈസ് അല്ല, സ്പൈസസിലൊക്കെ ഇടാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറയണം. ചിലപ്പോ നീ അത് എടുത്തിട്ട് താഴെ ഇട്ടതായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഗൈസ് പാവം, സ്വന്തം മകളായി പോയില്ലേ ഗൈസ്. എനിക്കറിയില്ല. നീ ആണെങ്കിൽ ആണെന്ന് പറയണം. അതറിയില്ല ചിക്കു, അവിടെ വെച്ചോളൂ. എനിക്കറിയില്ല. ആണെങ്കിൽ അതല്ല, അതൊന്നുമല്ല.
ടീ കുട്ടിയെ കയ്യിൽ ഏതാ എടുത്തേ നോക്കട്ടെ. ഏതാ സാധനം? ഒരു സാധനം എടുത്തിട്ടുണ്ട്. നീ കറുകപ്പെട്ട ഏതാ പറയും? എന്റെ അടുത്ത് ഇതാണോ അതാണോ എന്ന് ചോദിക്കും. ഏത്? ഇത് നല്ല രസമാണ് കേട്ടോ. ഡാഡി എന്താ ഡാഡി കണ്ടോ? ഡാഡി വന്ന കൈസ് എല്ലാം ഫ്ലോപ്പായി കൈസ്. അതെന്താ പറഞ്ഞ? ഇതാണോന്ന് പറഞ്ഞു. ഡാഡി ഈ ഗെയിമില് ഡാഡി ഇല്ല കേട്ടോ. ഇല്ലല്ലോ ഡാഡി ഇല്ല. ഡാഡി ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. പൊന്നു ഇങ്ങനെ ചെയ്യരുത് കേട്ടാ. പക്ഷെ ഇത് ഞാൻ അങ്ങനെ സമ്മതിച്ചല്ല. കാരണം ഡാഡി ഹെൽപ്പ് ചെയ്തുകൊണ്ട് നോ മോർ സ്നാക്സ് ഐറ്റംസ്. ഓക്കെ ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ഈ കളി എങ്ങനെയുണ്ട്? നല്ല കളിയായിട്ടില്ലേ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ കാശ്മീരി മുളക്. എനിക്കറിയാട്ടോ കൃഷ്ണ. ഓ മൈ ഗോഡ്, സോറി അത് അമ്മമ്മ വാങ്ങിക്കാൻ പറയുന്നതാ. സോറി ടിയ, സോറി ഗൈസ്. അത് അമ്മമ്മ ടീ കുട്ടിയുടെ അടുത്ത് എപ്പോഴും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ 1 കിലോ 2 കിലോ കാശ്മീരി മുളക് എന്ന് പറയുന്നതാണ്. അതെടുത്തോ, കുഴപ്പമൊന്നുമില്ല. ടിയ ഗൈസ്, എന്റെ എല്ലാ തീരുമാനങ്ങളും തെറ്റിപ്പോവാണോന്ന് എനിക്കൊരു സംശയം. കേടിപ്പാറു. എല്ലാ ഗിഫ്റ്റും കൂടി എടുക്കാം. ഓക്കെ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സാമ്പാർ പരിപ്പ്. കൃഷ്ണ, സാമ്പാർ പരിപ്പ് ഗൈസ്. ടീക്കുട്ടി ആള് സൂപ്പർ ആണോ? നിന്റെ മുടി മറിഞ്ഞ് നിന്നെ കാണുന്ന പോലും ഇല്ല. സാമ്പാർ പരിപ്പ് ആണ്. എനിക്ക് അല്ല ആണെന്നൊന്നുമില്ല. മമ്മ ദിസ് ഇസ് ദാറ്റ് തിങ് എന്ന് പറഞ്ഞ് വീഡിയോയിൽ കാണിച്ചാലേ പറയാൻ പറ്റും. സാമ്പാർ പരിപ്പ്. എനിക്ക് ഞാനൊരു എക്സ്പ്രഷൻ ഇടില്ല. നീ എടുത്ത് ഇതൊന്നും അല്ല കേട്ടോ. അതിക്കുട്ടൻ ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. സാമ്പാർ പരിപ്പ് എനിക്കറിയില്ല എന്താണെന്ന്. ഏത് നോക്കട്ടെ, ഏതാ സാമ്പാർ പരിപ്പ്? ഡാഡിയുടെ അടുത്ത് ചോദിക്കരുത് കേട്ടാ, പിന്നെ കളിയിലില്ല. എനിക്ക് ദേഷ്യം വരുവേ. സാമ്പാർ പരിപ്പ് എന്താ? സാമ്പാർ പരിപ്പ് കേട്ടാ. കൊറേ പരിപ്പുകളുണ്ട്. ടിയ ഇങ്ങനെ വായിച്ചു നോക്കാൻ പാടില്ല കേട്ടോ. ഇവരെയൊക്കെ ഇങ്ങനെ ഓരോരോ ടാസ്ക് നമ്മൾ കൊടുക്കണം. ഈ സാമ്പാർ പരിപ്പ്, സാമ്പാർ ദോശ കാര്യങ്ങൾ കഴിക്കുന്നതല്ലേ. കണ്ടുപിടിക്കടാ. ചീരയല്ല, നീ സാമ്പാർ പരിപ്പ് കണ്ടുപിടിക്ക. ഏതാ ഗസ് ചെയ്യുന്നേ ഗൈസ്? അങ്ങനെ ടീക്കുട്ടി ഏതാ? സാമ്പാർ പരിപ്പ്. ഗൈസ്, ഇതിലെ വില്ലൻ നമ്മുടെ അദ്ദിക്കുട്ടനാണ്. വെരി ഗുഡ് അദ്ദിക്കുട്ട, ഗുഡ് ജോബ്. നോക്കട്ടെ ഗൈസ്, അദ്ദിക്കുട്ടന്റെ ചിരി നോക്കി. ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല കേട്ടോ ഗിഫ്റ്റ്. അല്ല, അത് വാങ്ങിക്കോ. പക്ഷെ ആ ഗിഫ്റ്റ് ഇത് ജയിച്ചത് മുഴുവൻ നമ്മുടെ അദ്ദിക്കുട്ടനാണ്. സോ അദ്ദിക്കുട്ടനെ ഒന്നെടുക്കാം. ഓക്കെ. സാമ്പാർ പരിപ്പ് എങ്ങനെയാ നീ എടുത്തേ? എങ്ങനെ എടുത്ത വൈ പഞ്ഞിത? പക്ഷെ എങ്ങനെ എടുത്തേ? നോക്കി എടുത്തോ? അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് കറുത്ത ഉഴുന്ന്. ഗൈസ്, അതൊന്നുമല്ല. ഇതായിരിക്കും എന്ന് പറയരുത്. കറുത്ത ഉഴുന്നാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഒന്ന് പറയൂ. കറുത്ത ഉഴുന്ന്. ഏതാ? അതാണ് ഉഴുന്ന്. അതിന്റെ കറുപ്പ് എവിടെയാണ്? എനിക്ക് ഏതാണ്? കടുക്. എനിക്ക് വേണ്ടത് കറുത്ത ഉഴുന്നാണ്. ഡാഡി പ്ലീസ്. അതറിയില്ല. കറുത്ത ഉഴുന്ന്. ഡാഡി പ്ലീസ് പറഞ്ഞു. കണ്ടോ കളി? എനിക്ക് ദേഷ്യം വരും കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. പ്ലീസ് ഗൈസ്, ഇവിടെ മൊത്തം പ്രശ്നമാണ് കേട്ടോ. ടിയ, കറുത്ത ഉഴുന്ന് വേഗം എടുത്താൽ വേഗം ഗിഫ്റ്റ് നേടാം.
ഗൈസ് ഇതുപോലെയൊക്കെ മക്കൾക്ക് ഒരു ചാലഞ്ച് കൊടുക്കണം കേട്ടോ. ചെറുപയറാണ്. അതിക്കുട്ടിൻ്റെ ഇടയ്ക്ക് പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീക്കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഡാഡി ഗൈസ് എനിക്ക് ക്യാമറ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഡാഡി ശരിയില്ല. ഓക്കെ വേഗം വേഗം ചെയ്യണം കേട്ടോ. കറുത്ത ഉഴുന്ന്. ഓക്കെ ഇത് ഗ്രാമ്പുവാ. വേഗം വേഗം. ഓക്കെ ടൈംസ് അപ്പ് ട്ടോ. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് 5 ടിക് ടിക് 6 അല്ല 5 കഴിഞ്ഞാൽ 6 തന്നെയല്ലേ. ഓക്കെ ഏതാ കറുത്ത ഉഴുന്ന്? ഏതെങ്കിലും ഒരെണ്ണം പറയൂ, ഏതെങ്കിലും ഒന്ന് പറയൂ. ഓക്കെ ഏകദേശം ശരിയാണ്, രണ്ടും ശരി തന്നെയാണ്. ഇതിനാണ് കറുത്ത ഉഴുന്ന് എന്ന് പറയുന്നത്. വേണ്ട എന്നാലും ഉഴുന്ന് കറക്റ്റ് ആണ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓ മൈ ഗോഡ് സച്ച് എ ബ്രില്യന്റ് ഗേൾ. ഓക്കെ റെഡി. ഓക്കെ അടുത്ത തരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പുളിയവര. പുളിയവര. ഇവള് പോകുന്ന പോക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഡെയിലി ആ കറിയാ വെക്കുന്നത്. ആ സാധനം ഇന്ന് വരെ ടീക്കുട്ടി കഴിച്ചിട്ടില്ല. മമ്മാസ് ഫേവറേറ്റ് ആണ് പുളിയവര. എന്താണ് സാധനം? പുളിയവര. സംഗതി ഇവിടെ തന്നെ ഉണ്ട്. ഡാഡിയും മൊത്തത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡി യു നോ Maybe this might be my favorite. ഏതാണ്? അതെന്താ സാധനം എന്ന് പോലും എനിക്കറിയില്ല. പുളിയവര. മക്കളെ ആരെല്ലാമാണ് ആ സാധനം കേട്ടിട്ടുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ആ പിന്നെ ഇങ്ങനെ ഓരോന്ന് പേര് നോക്കി പറയാനാണെങ്കിൽ ഞാനില്ല കേട്ടോ, ഉറപ്പാ. പുളിയവര. എന്താ പുളിയവര? ഏത്? ഇതോ? ഇതൊന്നും അല്ല ഡാഡി. വേണ്ട ഡാഡി, എന്തിനും അങ്ങനെ ഒരു സ്വഭാവം? ഡാഡിയുടെ കൂടെ ചാലഞ്ച് ചെയ്ത് എല്ലാം പണി പാളി പോവാട്ടോ. ഒന്ന് കണ്ടുപിടിച്ച പുളിയവര. ഓക്കെ ഓക്കെ ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 കഴിഞ്ഞു. ഓക്കെ ഞാൻ കാണിച്ചു തരാം. മാറും. ഏതാ ടീക്കുട്ടി? ഏതാ എടുത്തേ? ഇതാണ് എടുത്തത്. അത് തെറ്റാ, അതൊന്നും അല്ല. ഏതാ? റെഡ് ബീൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ശരി പുളിയവര ഞാൻ കാണിച്ചു തരാം. അല്ല മുത്തേ. ശരി പുളിയവര കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരില്ല. പുളിയവര ഏതാ പറഞ്ഞു തരട്ടെ? വാ അൽഷോയ്. ഡാഡി മൂവ്. പാവം കൈസ്, ഡാഡിക്കും കൂടെ അറിയാതെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശരി മാറും. ദിസ് ഇസ് കോൾഡ് പുളിയവര. ഓക്കെ ഇതാണോ? ഇതെന്തോ അല്ല, ഇതിന്റെ പേരാണോ എഴുതിയിരിക്കുന്നത്? ആ ഇത് കണ്ടോ, അതാണ് പുളിയവര. ഓക്കെ ഗൈസ്, അങ്ങനെ മമ്മ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്, ഡാഡിനെ വിളിക്കരുത് കേട്ടോ. ഓക്കെ ഇനി അടുത്തത് ചുക്ക്. ആ ചുക്ക്. ഇങ്ങനത്തെ സാധനം ഏതാ? ചുക്ക്. ടീക്കുട്ടി എന്താ എടുത്തേ? ഞാൻ പറഞ്ഞത് ചുക്ക്. ഓക്കെ അത് ആക്ച്വലി ടീക്കുട്ടി അറിയാതെ എടുത്താണെങ്കിലും ഇതിനെ നമ്മൾ ചുക്ക് എന്നാണ് പറയുന്നത്. ജിഞ്ചർ അല്ല, ഇത് ചുക്ക് എന്ന് പറയും. അതായത് ഇഞ്ചിനെയൊക്കെ ഇങ്ങനെ ഗൈസ് ഇനിയിപ്പോ ഞാൻ നോക്കണതിന്റെ വല്ല മിസ്റ്റേക്ക് ആണോ? അല്ല വേണം. വെച്ചോ. പക്ഷെ സംഗതി സക്സസ് ആണ് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ ടീക്കുട്ടിക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ഓക്കെ ഇതിപ്പോ ചെയ്ത് മുഴുവൻ ടീക്കുട്ടിക്ക് വാങ്ങിക്കാം. ഇതിന് എത്രയും സാധനങ്ങൾ ഇപ്പൊ ദയുണ്ടോ? ഇത്രയും സാധനങ്ങൾ ടീക്കുട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ വാങ്ങിക്കാം. ഈ ഗെയിം എങ്ങനെയുണ്ട് ഗൈസ്? ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഓക്കെ ഫൈൻ, വെയിറ്റ്. അടുത്തത് ടീക്കുട്ടി, യു ഹാവ് ടു ഫൈൻഡ് വേർ ഈസ് ശർക്കര. ദൈവമേ, ഈ കുട്ടി എവിടേക്കാ പേര് പറയുമ്പോഴേക്കും ഓടി പോകുന്നതെന്നാണ്. ശർക്കര. വെള്ളമല്ല കേട്ടോ. മദ്യക്കുട്ടൻ ഇവിടെ വേറെ എന്തോന്ന് തിരയുന്നുണ്ട് ഗൈസ്. അല്ല, എന്താണ്?
വെള്ളമല്ല, വെള്ളം. വെള്ളങ്ങളല്ല. അല്ല അല്ല അല്ല. ഏതാ? ഇവിടെ ജാഗിരി. കറക്റ്റാടാ ഗൈസ്. ഏകദേശം വേണ്ട വേണ്ട, ഏകദേശം ടീക്കുട്ടിക്ക് അത് മനസ്സിലായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ആള് വിചാരിച്ച പോലെ അല്ല ഗൈസ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ടീക്കുട്ടീസ് പവർ. അപ്പോൾ ഷോപ്പിങ്ങിന് അത് മാത്രമല്ല, ഇതിനും അറിവുണ്ട്. ഓക്കെ, കം. ഒരുപാട് വേണ്ട, അടുത്ത പ്രാവശ്യം നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അങ്ങനെ മൊത്തം നമ്മൾ എത്ര എണ്ണം എടുത്തു? നമുക്കിത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു വയ്ക്കുന്നു കേട്ടോ. ടീക്കുട്ടിക്ക് എത്ര എണ്ണം നമ്മൾ കറക്റ്റായി പറഞ്ഞു? 5 എണ്ണം എടുക്കണം. ആ, ഇവൻ 1. ഓക്കെ. അദ്ദിക്കുട്ടന് ഒരെണ്ണം, അല്ല 2 എണ്ണം അല്ല അദ്ദിക്കുട്ടൻ പറഞ്ഞത്. അദ്ദിക്കുട്ടൻ എത്ര ഹെൽപ്പ് ചെയ്ത് പറഞ്ഞതേ? 1 ആണോ പറഞ്ഞതേ? സാരില്ല, അപ്പം നമുക്ക് 2 എണ്ണം എടുത്താലും വിഷയമില്ല. ഓക്കെ, അപ്പം മൊത്തം ഒരു 6 സാധനം ഇനി എടുക്കാം. അദ്ദിക്കുട്ടനുള്ളതും എടുത്തോളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ എടുത്തു എന്ന് നോക്കാം. ഓക്കെ, നടക്കും നടക്കും നടക്കും. അങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. എത്ര വരുന്നടാ? 230 rupees. അത് സോഫ്റ്റ്, സൂപ്പർ സോഫ്റ്റ് മോൾഡിംഗ് ഡോ ആണ്. ഓക്കെ, നോൺ സ്റ്റിക്കി ആട്ടോ. നോൺ സ്റ്റിക്കി ആണ്. ഓക്കെ, അതൊരു സംഭവം എടുത്തിട്ടുണ്ട്. അദ്ദിക്കുട്ടിന് ഏതാണ്? അദ്ദിക്കുട്ടിന് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്. എന്താ വേണ്ടേ ഗൈസ്? ഇനി നമ്മൾ മിട്ടുവിന് ബാത്ത് ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരു സംഭവം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ട്രേ. ഇത് പക്ഷേ ആഴം ഡെപ്ത് ഇത്തിരി കുറവാണ്, എന്നാലും കുഴപ്പമില്ല അല്ലേ? ഇനി നിനക്ക് ഓർഗനൈസ് ചെയ്യാനുള്ള ബോക്സ് വേണോ ഗൈസ്? ആകെ 6 സാധനങ്ങളാണ് ഗ്രോസറി കറക്റ്റ് ചെയ്തത്. അതിൽ അവൾ 7-8 എടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. എടുത്തു കഴിഞ്ഞോ? എടുത്തോ? ഓക്കെ, ഫൈൻ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ കുറേ നെയിൽ പോളിഷ് സാധനങ്ങളൊക്കെ നോക്കുക കേട്ടോ. എനിക്ക് ടീക്കുട്ടിയുടെ ക്ലിയർ കൊണ്ട് എടുത്തു. നിന്റെ മുടി മറഞ്ഞിട്ട് എനിക്ക് ഒന്നുമേ കാണുന്നില്ല. പിന്നെ കുറച്ച് ക്രം ചീസ് കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? ഏതാ? ഷുഗർ പോപ്പിന്റെ ഏത്? നീ എന്നിട്ട് നെയിൽ പോളിഷ് ഇടാറോ? ടീക്കുട്ടി നെയിൽ പോളിഷ് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഏത് സാധനാ നോക്കട്ടെ? അയ്യോ, അദ്ദിക്കുട്ടിനൊക്കെ സെലക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് നെയിൽ പോളിഷ് ഇട്ടോ. ഇഷ്ടപ്പെട്ടോ? എന്താ റേറ്റ് വരുന്നേ മോനെ? നെയിൽ പോളിഷ് ഒന്നും അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല കേട്ടോ ഗൈസ്. ഞാൻ വല്ല ഫംഗ്ഷൻ, നിനക്ക് ഇഷ്ടമില്ലാതല്ലേ വോയിസ് ആരും യൂസ് ചെയ്യാറില്ലടാ. ഏതാ? ഷുഗർ പോപ്പ്. നീ മറ്റേ യെല്ലോ എടുത്തോ? അല്ല, നീ അപ്പൊ ഏതാ എടുത്തേ? ഓക്കെ ഓക്കെ, ഫൈൻ. ടീക്കുട്ടിയുടെ ബ്രേസസും ടീക്കുട്ടിയുടെ ഡ്രസ്സും സെയിം ആ. ഈ കാണിച്ചേ. യെസ്, ഏതെങ്കിലും ഒരെണ്ണം മതി മോളൂസ്. ഇത് ഞാൻ ഒന്നും എടുക്കുന്നത് ബ്യൂട്ടി ബ്ലെൻഡർ. എന്റെ ഒന്ന് പൊട്ടിപ്പോയതാണോ അതോ കടിച്ചു പറിച്ച് തിന്നതാണോടാ? ഞാൻ പൊട്ടിച്ചു. ബ്യൂട്ടി ബ്ലെൻഡറാ? എന്തിനാണ്? ബ്യൂട്ടിക്കാണോ? എന്താ? എവിടേക്ക് ഗൈസ്? ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഗൈസ്. ഇതെന്താ? മേക്കപ്പ് സ്പോഞ്ച്. അത് മാറ്റ്, നിന്റെ മറ്റേ സ്പോഞ്ച് മാറ്റ്. ബ്യൂട്ടി ബ്ലെൻഡർ മാറ്റ്. എവിടെ നോക്കട്ടെ? അത് വെച്ചിട്ടോ ഗൈസ്? ഇവിടെ നോക്കിയേ, ഇവിടെ മൊത്തം മേക്കപ്പ് സ്പോഞ്ചാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എവിടെ 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 ഗൈസ്? ഇതൊരു ഫണ്ണി. അതെടുത്തേ, മേക്കപ്പ് സ്പോഞ്ച് എടുത്തേ. ഞാൻ ആദ്യമായിട്ടാട്ടോ സംഭവം കാണണ്ടേ. നോക്കട്ടെ സാധനം. മേക്കപ്പ് സ്പോഞ്ച് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. അത്തിക്കുട്ട അങ്ങനെ ഇവിടെ മേക്കപ്പ് സ്പോഞ്ച് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരാള്. സംഗതി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, റെഡി? ഒരു ബണ്ണാക്കണ്ട, കുറച്ച് 2-3 എടുക്കുക. ഒരുപാട് ബൈ ബൈ.